ധന്യമീ ജീവിതത്തിൽ ഇന്ന് സംസാരിക്കുന്നത് നമ്മുടെ എല്ലാവരുടെയും അകത്തുള്ള ഒരു ഞാനിനെ കുറിച്ചാണ് പറയുന്നത്. ഞാൻ 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 ഈ ഞാൻ എല്ലാവർക്കും ഉണ്ട്. സംസാരിക്കുന്ന ഞാനും ഒരു ഞാനാണല്ലോ. പക്ഷെ വേറൊരു ഞാൻ കൂടി എൻ്റെ പിറകിലുണ്ട്, നിങ്ങളുടെ പിറകിലുമുണ്ട്. നിങ്ങൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങൾക്കും സാക്ഷിയായിട്ട് ഒരു ഞാൻ പിറകിലുണ്ട്. ആ ഞാനിൽ നിന്ന് ഒന്നും മാറ്റാൻ കഴിയില്ല, ഒളിച്ചോടാൻ കഴിയുകയേയില്ല. ബന്ധുക്കളുടെ ഇടയിലൊക്കെ നമുക്ക് പ്രമാണിയാവാം, നാട്ടുകാരുടെ മുമ്പിൽ പ്രമാണിയാവാം. ചിലരൊക്കെ പറയും എന്റെ ഇമേജ് എന്താന്ന് നോക്കണം. നാട്ടുകാരുടെ മുമ്പിലേ എനിക്ക് ഭയങ്കര ഇമേജാ. എല്ലാത്തിനും സാക്ഷിയായിട്ടൊരു ഞാൻ ഇപ്പുറത്തുണ്ട്. ആ ഞാനിനെ നമ്മൾ അവഗണിക്കുന്നുണ്ട്. കാരണം ആ ഞാനിനെ അറിയാമല്ലോ ഞാൻ ആരാന്ന്. ഇത് വലിയൊരു പ്രശ്നമാണ്. ഈ മറ്റേ ഞാൻ വളരും ചിലപ്പോ. അതുണ്ടാക്കുന്ന ഒരു സംഘർഷമുണ്ട്. അത് സാഹിത്യത്തിലെ സംഘർഷമൊന്നുമല്ല, ജീവിതത്തിലെ സംഘർഷം തന്നെ. ചാട്ട എന്ന നോവല് എൻ്റെ നോവലാണ്. അവാർഡ് കിട്ടിയ, ടാഗോർ അവാർഡ് കിട്ടിയ നോവലാണ്. സിനിമയിൽ ഭരതനാണ് സംവിധാനം ചെയ്തത്. അപ്പൊ ഈ അച്ഛൻ കുഞ്ഞും ബാലകേനായാലും ടി ജി രവിയൊക്കെ ഇരുന്നൊക്കെ അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇങ്ങനെ പല കാര്യം ചർച്ച ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞു, നേരിട്ട് കഥയിൽ എഴുതിയിട്ടില്ലെങ്കിലും ആ കാളവേലു എന്നുള്ള കഥാപാത്രത്തിന്റെ അകത്ത് മറ്റൊരു ഞാൻ വളർന്നു. ആ ഞാനാണ് കഥയിലെ വില്ലൻ. ഭരതൻ പറഞ്ഞു അത് പി ആർ നായന് മാത്രമേ മനസ്സിലാവുകയുള്ളൂ. ഞാൻ പറഞ്ഞു എനിക്ക് മാത്രം മനസ്സിലായാൽ മതി. അതാ ഞാനിങ്ങനെ കാണിക്കുന്നതല്ല. അനവധി ചീത്ത കാര്യങ്ങൾ കാളവേലു ചെയ്തു. ചീത്ത കാര്യങ്ങൾ ചെയ്യുന്നവരൊക്കെ എന്താ പറയാ അറിയോ? ഈ ഞാൻ തനിക്കൊപ്പം വലുതാവുമ്പോ അവനവന്റെ കാര്യത്തെ ഇങ്ങനെ ന്യായീകരിക്കും. എന്നുവെച്ചാ ഉള്ളില് കുറ്റബോധം കൊണ്ടാണ്, മനസ്സാക്ഷി കുത്തുകൊണ്ടാണ്. അത് പിന്നെ അങ്ങനെയല്ലേ ചെയ്യാൻ പറ്റുള്ളൂ. കൈക്കൂലി വാങ്ങിയില്ലെങ്കിലേ, കൈക്കൂലി ഇങ്ങനെ വാങ്ങുന്ന വിവരം നാട്ടുകാർ അറിഞ്ഞിട്ടില്ല. പക്ഷെ ഈ മറുവശത്തുള്ള ഞാൻ ഇത് പറയണ കുറെ കഴിയുമ്പോ ഇതൊക്കെ കൈക്കൂലി വാങ്ങിയ കാശല്ലേന്ന്. അവനെ കൊണ്ടുള്ള ശല്യം സഹിക്കാൻ കഴിയാതെ വരുമ്പോ, അല്ല ചിലർ വാങ്ങിപ്പോട്ടോ, വാങ്ങിപ്പോയില്ലെങ്കിലേ അവർ ഒറ്റപ്പെടും. കൈക്കൂലി വാങ്ങാത്തവര്, ഇയാള് കൈക്കൂലി വാങ്ങുന്നതിന്റെ ന്യായീകരണ പറഞ്ഞത്. ഇവൻ വലുതാവും. ചാട്ടാങ്കുള നോവലിലെ കാളവേലു പൈസക്കാരനാവാൻ വേണ്ടി അനവധി കൃത്രിമം ചെയ്തു. ഭാര്യയും കുട്ടിയെ ഉപേക്ഷിച്ചു. ആര് ശമ്പളം കൊടുക്കണോ ആ ശമ്പളക്കാരനെ വഞ്ചിച്ചു. എന്നിട്ട് ഇതൊക്കെ ചെയ്തിട്ട് അവസാനം ഞാനിനകത്തെ ഞാൻ വലുതായി. അതിന്റെ മുഴുവൻ തിരിച്ചടികൾ വരികയാണ് നമ്മുടെ ജീവിതത്തിലൊക്കെ. പലതും ചെയ്യും. ഇപ്പൊ എല്ലാവരും ഒക്കെ അങ്ങനെയാണേ. ഇപ്പൊ നാട്ടു നടപ്പനുസരിച്ച് നേരാവണ്ണം ബിസിനസ് നടത്തിയപ്പോ ശരിയാവില്ല. ഇതൊക്കെ പറയണ എന്താ? കുറച്ചൊക്കെ ഒരു കള്ളത്തരം നമുക്ക് വേണ്ടി വരും. എല്ലാം 100% സത്യസന്ധൻ ആരുമില്ല. ഹരിശ്ചന്ദ്രൻ കള്ളം പറയാത്ത ആളാണ് ഹരിശ്ചന്ദ്രൻ. അതിന്റെ ഒരു പേരാണ് ഹരിശ്ചന്ദ്രൻ. ഹരിശ്ചന്ദ്രൻ കള്ളം പറഞ്ഞ കഥയൊക്കെ ഉണ്ട്. അതൊക്കെ പറഞ്ഞിട്ട് വെറുതെ മനസ്സിൽ ഡിസ്ലൊക്കേഷൻ ഉണ്ടാക്കി പ്രശ്നം ഉണ്ടാക്കണ്ട. ഹരിശ്ചന്ദ്രൻ സത്യസന്ധൻ. അതിന് പകരം ഹരിശ്ചന്ദ്രനും അത്യാവശ്യം കള്ളൊക്കെ പറയാം. പിന്നെ എന്റെ പ്രൊഫഷൻ എന്നതാണ്, അതിൽ കള്ളാവാം.
പഠിക്കാൻ വേണ്ടി ഞാൻ കുറെ കാശ് ചെലവാക്കിയിട്ടുണ്ട്. ആ ചെലവാക്കിയ കാശ് ഇപ്പോഴും കിട്ടിയിട്ടില്ല എനിക്ക്. ചില പ്രൊഫഷൻ ഏതാണ്ട് പറയുന്നില്ല, ആദ്യം മുതൽക്കന്നെ അബദ്ധ. അപ്പൊ എന്ത് സംഭവിക്കുന്നു? ഈ അപരനായ ഞാൻ, നമ്മുടെ മനസ്സിനകത്തുള്ള മറ്റൊരു ഞാൻ എത്രയും തെറ്റ് ചെയ്യുന്നു അത്രയും അവൻ ശക്തനാകും. അവനെ കൊണ്ടുള്ള ശല്യം സഹിക്കാൻ കഴിയാതെ നമ്മൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അങ്ങനെ ആരും പരിപൂർണരൊന്നും അല്ലേ. അത് ഇന്നാളോ അയാളും ഉണ്ടാവുന്നു. അയാൾ വെള്ളമായിരിക്കും. അല്ല, അയാൾ വെള്ളമടിക്കുന്നത് നമ്മൾ കണ്ടിട്ടില്ല, കേട്ടിട്ടില്ല. ഇപ്പൊ എല്ലാവരും ഇങ്ങനെ കാണിച്ചില്ല, നാട്ടിൽ വെച്ചിട്ടാ വെള്ളമടിക്കുക. 7 മണി കഴിഞ്ഞ് വീട്ടിലെത്തിയാൽ പിന്നെ ഫുൾ തന്നെയായിട്ട് ബോധം കെട്ടിട്ട് വീപ്പക്കുറ്റി പോലെ കിടക്കുകയില്ലേ. ഇതൊക്കെ സങ്കല്പ. ഈ അവനവനിലെ മനസ്സിനകത്തെ മറ്റൊരു ഞാൻ കാരണമാണ് ഈ ബുദ്ധിമുട്ടൊക്കെ വരുന്നത്. ആ മറ്റൊരു ഞാൻ വലുതായി. പ്രത്യേകിച്ചും ആത്മീയ കാര്യങ്ങളിൽ വളരെ കാര്യമായിട്ടൊക്കെ സംസാരിക്കുന്ന പലർക്കും ഈ മനസാക്ഷി കുത്ത് ഉണ്ട്. അത് നിവൃത്തിയില്ലാതെ ഈ അപരനായിട്ടുള്ള ഞാൻ ഇങ്ങനെ വളർന്ന് എന്നേക്കാൾ വലുതാവുമ്പോ പറയാൻ എന്താ വെച്ചാ, ഇപ്പൊ അങ്ങനെ അല്ലാതെ ശരിക്കും രേഖാമൂലം പോയാൽ ശരിയാവില്ലേ. പിന്നെ എന്താ വെച്ചാൽ കുറച്ച് എല്ലാവർക്കും ഞാൻ അവിടെയും കൈക്കൂലി കൊടുത്തിട്ടുണ്ട്. അത് ശരിക്കും കണക്ക് വെച്ചാൽ ശരിയാവില്ല. മാത്രമല്ല എന്റെ പ്രൊഫഷൻ അതാണല്ലോ. എന്റെ പ്രൊഫഷൻ അതായതുകൊണ്ട് പ്രൊഫഷനിൽ അങ്ങനെ ആകാമെന്ന് പക്ഷേ പ്രൊവൈഡർ തുടങ്ങിയുള്ള പരികളൊക്കെ പറഞ്ഞതിന്റെ കാര്യം ഉള്ളിലെ അപരൻ വളരുന്നത് കൊണ്ട്. വേറെ ആളിൽ നിന്ന് പൈസ വാങ്ങിയതിന് ശേഷം ആരുടെ കയ്യാ കാലാ വെട്ടേണ്ടത് ആളെ ചൂണ്ടിക്കാണിച്ചു തന്നാൽ മതി, അടയാളം പറഞ്ഞു തന്നാൽ മതി. കാശ് കൊടുക്കും, അടയാളം പറഞ്ഞു കൊടുത്ത ആളുടെ കയ്യോ കാലോ, കൈ വെട്ടാൻ ഇത്ര, കാല് വെട്ടാൻ ഇത്ര, തല വെട്ടാൻ ഇത്ര, ആ വ്യക്തിയും പറയുക. അതായത് എന്റെ പ്രൊഫഷനാണ്. എല്ലാവർക്കും അങ്ങനെ PSC പരീക്ഷയൊക്കെ പാസ്സാവാൻ കഴിയും. അത് എൻ്റെ ഒരു പ്രൊഫഷനാണ്. പ്രൊഫഷനാവുമ്പോൾ എന്തും ചെയ്യാലോ. ഇതാര് പറഞ്ഞു? ഈ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർ ഉണ്ട്. ഈ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആ ആളുടെ മനസ്സിലുണ്ടാകുന്ന ഒരു വിഷമം പിന്നീട് ഭരണം തന്നെ സംവിധാനം ചെയ്ത സന്ധ്യ മയങ്ങുന്ന നേരം എന്നാണോ ആ പടത്തിന്റെ പേര് അറിഞ്ഞൂടാ, ഒരു ജഡ്ജിയുടെ മനസ്സിലുണ്ടാകുന്ന മാനസിക വിഭ്രാന്തിയായിരുന്നു അതിന്റെ കഥാതന്തു. ഇതെല്ലാവർക്കും സംഭവിക്കാം. സാഹിത്യകാരന്മാർക്ക് സംഭവിക്കാം. അവർക്ക് സാഹിത്യമാണ് അതിലൊക്കെ ആവേ. എത്ര പേരെ വേദനിപ്പിക്കുക, അവർക്ക് അപമാനമാകുക, ഇതേമായുള്ള രചനകളൊക്കെ ചെയ്തിട്ട് ലിറ്ററേച്ചറിൽ അതൊക്കെ ആവാം. ഒരിക്കലുമല്ല. മിക്കവാറും വ്യക്തികൾ വാർദ്ധക്യത്തിലെത്തുമ്പോൾ എന്ത് സംഭവിക്കുന്നു വെച്ചാൽ, തിരിഞ്ഞു നോട്ടത്തിന്റെ കാലമാണ് വാർദ്ധക്യം. പിറകോട്ട് തിരിഞ്ഞു നോക്കും. ചെറുപ്പക്കാർ ഭാവിയെക്കുറിച്ചാ പറഞ്ഞുകൊണ്ടിരിക്കുക. അവർക്ക് ഭാവി വലുതാണ്. അവര് ഭാവിയെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ മുതിർന്നവരും റിട്ടയർ ചെയ്തവരും ചിന്തിക്കുന്നത് ഭൂതകാലമാണ്. ആ ഭൂതകാലത്ത് അധികാരത്തിലിരിക്കുമ്പോൾ ശരിയെന്ന് അവനവന് തോന്നിയ അനവധി തെറ്റുകൾ ചെയ്തിട്ടുണ്ടാവും. ഈ അപരൻ ഒപ്പം നിൽക്കുകയാണ്. നീ പണ്ട് എങ്ങനെയായിരുന്നു, എന്റെ ജീവിതം പണ്ട് എങ്ങനെയായിരുന്നു. എന്റെ ചാട്ടയിലെ കാളവേലു എന്നുള്ള കഥാപാത്രം ഇപ്പോ ഏതോ ഒരു സിനിമാ നടി ഒരു കഥാപ്രസംഗമായിട്ട് അവതരിപ്പിക്കുന്നതായിട്ട് കണ്ടു. അനുഭവിച്ച ഏറ്റവും വലിയ ദുഃഖം തെറ്റുകൾ ചെയ്തതിനു ശേഷം ഈ മാറി നിൽക്കുന്ന അപരൻ. നമ്മൾക്കൊക്കെ ഉണ്ട്.
നമുക്കൊക്കെ ഈ അപരന്റെ ശല്യം കൊണ്ട് ശല്യം മനസ്സിലാവുക, അവനവന്റെ കാര്യത്തിൽ അവനവന് വയ്യാതെ ആവുക. അപ്പൊ വലിയ കട്ടിമീശയൊക്കെ ഒന്ന് കീഴ്പ്പെട്ടാവും. വലിയ വർത്താനം പറഞ്ഞെങ്കിൽ ഇപ്പോൾ പോയി പണി നോക്കാൻ വേണ്ടിയിട്ട് പുതിയ തലമുറ വരും. അങ്ങനെ അവശനാകുമ്പോഴാണ് ഈ അപരൻ എന്നിട്ട് നീ എങ്ങനത്തവനാന്ന് ചോദിക്കുക. ഇത് സംഭവിക്കാതിരിക്കാൻ ചിന്തിക്കുന്നത് നല്ലതല്ലേ എന്ന് ചിന്തിക്കും. വാക്കുകൾ സംഭരിക്കുന്നു. നമസ്കാരം.